ഒറ്റയടിക്ക് തിരിഞ്ഞ് പോകത്തില്ലാത്തതുകൊണ്ട് വീണ്ടും അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും ഫുള്ള് ലെഫ്റ്റ് ഓടിക്കുക, അല്ലാതെ പകുതിയല്ല. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ജോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ഒരു വാഹനം ഇതുപോലുള്ള ഒരു റോഡില് നമുക്ക് എങ്ങനെയാണ് വണ്ടി തിരിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു ഒരു വാഹനം നമുക്ക് തിരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു റോഡിൽ നമുക്ക് വണ്ടി തിരിച്ചെടുക്കണം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനത് പറഞ്ഞുകൊണ്ട് കാണിച്ചു തരാം. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ഈ ഒരു റോഡിൽ എങ്ങനെ തിരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഏത് ഗിയറിൽ വന്നാലും അവിടെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എന്ത് ചെയ്യണം, ഫുള്ള് റൈറ്റ് സ്റ്റിയറിംഗ് ഓടിച്ചു കൊടുക്കുക. ഫുള്ള് റൈറ്റ് സ്റ്റിയറിംഗ് ഓടിച്ചതിന് ശേഷം ബാക്കിലെ മിറർ നോക്കി വണ്ടിയിലെന്ന് ഉറപ്പ് വരുത്തി, ഫ്രണ്ടിൽ നോക്കി വണ്ടിയിലെന്ന് ഉറപ്പ് വരുത്തി, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുന്നു. ഈ ഒരു ഇങ്ങോട്ട് കൊണ്ടിരിക്കുക. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ശേഷം എന്ത് ചെയ്യണം, ഫുള്ള് ലെഫ്റ്റ് ഓടിക്കണം. ഫുള്ള് ലെഫ്റ്റ് ഓടിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കാണാൻ നമുക്ക് തിരിച്ചാണ് പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നു ഫുള്ള് ലെഫ്റ്റ് ഓടിഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് ഈ ബാക്ക് ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പൊ അതിനാണ് ഫുള്ള് ലെഫ്റ്റ് ഓടിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ നേരെ ബാക്കിലെടുക്കുന്നു. ബാക്കിലോട്ടെടുത്ത് നമുക്ക് ബാക്കിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്പോട്ടിൽ കറക്റ്റ് വന്നു. അവിടെ വന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം, അവിടെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, ഫുള്ള് റൈറ്റ് ഓടിക്കുന്നു. ഫുള്ള് റൈറ്റ് ഓടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടു. വീണ്ടും അതുപോലെ തന്നെ മെല്ലെ കാലെടുക്കുന്നു. മെല്ലെ കാലെടുത്തു. ഇതിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകത്തില്ല. അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം, ഫുള്ള് ലെഫ്റ്റ് ഓടിച്ച് റിവേഴ്സ് ഗിയർ ഇട്ട് ബ്രേക്കിൽ നിന്നും കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുന്നു. അവിടെ വീണ്ടും നിർത്തിക്കൊണ്ട് നമുക്ക് ബാക്കിൽ കറക്റ്റ് സ്പേസേ ഉള്ളൂ. ബാഗ് വന്നു. വീണ്ടും അവിടെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ ഇട്ടു. ഫുള്ള് റൈറ്റ് ഓടിക്കണം. അപ്പൊ നിങ്ങൾ സ്റ്റിയറിംഗ് ഓടിക്കുന്ന കൂട്ടത്തില് ഒരു കാരണവശാലും പകുതിയായിട്ടൊന്നും ആയിപ്പോയത്. കാരണം ഇങ്ങനെ അറ്റത്തുനിന്ന്, കാരണം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഇങ്ങനെ കിടക്കുന്നതാണ് വണ്ടി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ കുറച്ച് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ ഒരു സ്ട്രെയിറ്റ് രീതിയിലേ വരുവുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് ഫുള്ളി ലോക്ക് ചെയ്തിട്ട് വേണം, സ്റ്റിയറിംഗ് ലോക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി മെല്ലെ കളിച്ചത് കാലെടുക്കാൻ. വേണ്ട, ഇങ്ങനെ വന്നു. വീണ്ടും നമുക്ക് അവിടെ കയറി ഒറ്റയടിക്ക് തിരിഞ്ഞു പോകത്തില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും ഫുള്ള് ലെഫ്റ്റ് ഓടിക്കുക, അല്ലാതെ പകുതിയല്ല. അപ്പൊ നമ്മൾ കുറച്ച് മതിയല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ കുറച്ച് മാത്രമായിട്ട് തിരിച്ചിട്ട് റിവേഴ്സ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കരുത്. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു വരികയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫുള്ള് ലോക്ക് ചെയ്തിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നുണ്ടോ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് പതിയെ കാല് അയച്ച് നോക്കണം, അത് മുന്നോട്ട് വണ്ടി പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നിർത്തിക്കൊണ്ട് ഒരു കാഫ് ക്ലച്ച് എടുത്തതിന് ശേഷം ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുത്തിട്ട് ഒരു 2 പോയിന്റൂടെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. കാരണം ക്ലച്ചിൽ നിന്ന് മൊത്തം കാലെടുത്താൽ എന്ത് സംഭവിക്കും, വണ്ടി പെട്ടെന്ന് സ്പീഡ് കൂടുതലായിപ്പോകും. അപ്പൊ നമുക്ക് മെല്ലെയാണ് തിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്നും മെല്ലെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സ്പീഡ് നമുക്ക് ക്ലച്ചിലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാവൂ. അപ്പൊ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ എടുത്തു. ഇങ്ങനെ വന്നതിന് ശേഷം എന്ത് ചെയ്തു, നമുക്ക് പോകാനുള്ള സ്പേസ് കിട്ടി. അപ്പൊ നമ്മുടെ ഫുള്ള് എങ്ങോട്ടാണ് ഒടിഞ്ഞു കിടക്കുന്നത്, ഇപ്പൊ സ്റ്റിയറിംഗ് ഫുള്ള് ലെഫ്റ്റ് ആണ് ഒടിഞ്ഞു കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അങ്ങോട്ടാണ് പോകേണ്ടത്. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ അങ്ങോട്ട് നോക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ട, ഫുള്ള് നമുക്ക് റൈറ്റ് വേണ്ട. അപ്പൊ നമുക്ക് അവിടെ ആവശ്യമുള്ളത് മാത്രം നമ്മൾ തിരിച്ചു കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നു. ആ ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി കയറിയതിനു ശേഷം നമ്മൾ നേരെയാക്കി.
അതായത് നമ്മളൊരു വണ്ടി തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കഴിവതും നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ, നമുക്കിപ്പോ ഈ റോഡിൽ തിരിച്ചു പോകണം, നമ്മൾ ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അതിന് വേണം. അല്ല നമ്മളിങ്ങനെ സെന്ററിൽ കിടന്നിട്ടല്ല നമ്മൾ പിടിക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലോട്ട് ചേർക്കുക. ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് നമുക്ക് എത്രയും കിട്ടും അത്രയും ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് തന്നെ വന്നതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഇട്ട് ഫുള്ള് ലോക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലോട്ട് ഫുള്ള് സ്റ്റിയറിംഗ് ലോക്ക് ചെയ്തതിന് ശേഷം വണ്ടി മുമ്പോട്ട് എടുക്കുക. അവിടെ നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, ഫുള്ള് വീണ്ടും ലെഫ്റ്റ് ഫുള്ള് ഓടിച്ചതിന് ശേഷം റിവേഴ്സ് ഇട്ടു. റിവേഴ്സ് ഇട്ടെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്ലച്ചാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് അഥവാ ഒന്ന് അനങ്ങിയിൽ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എടുക്കരുത്, വലിച്ചെടുക്കരുത്. കാരണം എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആയി പോകും. അപ്പൊ മെല്ലെ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. കാരണം നമുക്ക് സ്പേസ് കുറവാണ്, അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. സ്പേസ് കൂടുതലുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് നമുക്ക് മുഴുവനും കാലെടുക്കാം. അപ്പൊ സ്പേസ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ആ ക്ലച്ചിൽ വേണം എല്ലാം സെറ്റ് ചെയ്യാൻ. ക്ലച്ച് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫുള്ള് റൈറ്റ് ഓടിച്ചു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്ന് മുന്നോട്ട് ചെന്ന വണ്ടി ഫുള്ള് ലെഫ്റ്റ് ഓടിച്ചു, റിവേഴ്സ് കയറിയിട്ട് ബാക്കിലോട്ട് വന്നു. ബാക്കി വന്ന ഫുള്ള് പിന്നെ എന്ത് ചെയ്യണം, ഫുള്ള് റൈറ്റ് തിരിച്ചു. അതുപോലെ ഫുൾ ലോക്ക് ചെയ്തും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ഫുള്ള് ലോക്ക് ചെയ്ത് അതുപോലെ തന്നെ ഫുള്ള് നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഫുള്ള് റൈറ്റോട്ട് ലോക്ക് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, നമ്മളെ വണ്ടി മുൻപോട്ട് ബാക്കിലോട്ട് എടുക്കാൻ. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഫുള്ള് ഓടിച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കുറേച്ചായിട്ട് എടുക്കരുത്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് നേരം എടുക്കും അതുപോലെ തിരിച്ചെടുക്കാൻ. അപ്പൊ നമ്മൾ ചെറിയ സ്പേസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ തിരിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഫുള്ള് ലോക്ക് ചെയ്യാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, വണ്ടി എടുക്കരുത്. കാരണം വണ്ടി പെട്ടെന്ന് തിരിഞ്ഞ് വരികയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.